തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF ഉജ്ജ്വല വിജയം നേടുമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മുളക്കഴ പഞ്ചായത്ത് വാർഡ് 11-ലെ കൊഴുവല്ലൂർ CMS LPSൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ ജില്ലയിൽ മികച്ച വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ കണക്ക് ആവർത്തിക്കും. അതിനേക്കാൾ മികച്ച വിജയം ഉണ്ടാകും. രാഷ്ട്രീയ കാലാവസ്ഥ വളരെ അനുകൂലമാണ്. സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വളരെയേറെ അംഗീകരിക്കുന്നുണ്ട്. ശബരിമല വിഷയം തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ LDFന് വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മുളക്കഴ ഗ്രാമപഞ്ചായത്ത് വാർഡ് 11-ലെ കൊഴുവല്ലൂർ CMS LPSൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ 30 വർഷമായി ഈ പഞ്ചായത്ത് LDF ആണ് ഭരിക്കുന്നത്. ഭരണം തുടരും. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മികച്ച വിജയം ഉണ്ടാവും. മൊത്തത്തിൽ ആലപ്പുഴ ജില്ലയിൽ മികച്ച വിജയമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ജില്ലാ പഞ്ചായത്തും 11 ബ്ലോക്ക് പഞ്ചായത്തും ഒരു 70% ഗ്രാമപഞ്ചായത്ത് LDF ആണ്. അത് ആവർത്തിക്കും. അതിനേക്കാൾ മികച്ച വിജയം ഉണ്ടാകാനാണ് സാധ്യത. രാഷ്ട്രീയമായ കാലാവസ്ഥ വളരെ അനുകൂലമാണ്. ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ വളരെയേറെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു ഭരണ തുടർച്ച ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സംസ്ഥാനത്ത് ഒരു ഭരണ തുടർച്ച ഉണ്ടാകണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിൽ LDFന് മികച്ച വിജയം ഉണ്ടാകണം. വളരെ വസ്തുതാപരമായ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. വിശ്വാസ സമൂഹം എന്താണോ ആ അന്വേഷണത്തിൽ ആഗ്രഹിക്കുന്നത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഗൗരവത്തിലുമാണ്. ബഹുമാനപ്പെട്ട കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നിർദ്ദേശത്തിൽ അന്വേഷണം നടക്കും. അതുകൊണ്ട് ആർക്കും ഒരാശങ്ക ആ കാര്യത്തിലില്ല. ആ അന്വേഷണം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നടക്കുന്നതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് അത് ഒട്ടും ബാധിക്കില്ല. തെരഞ്ഞെടുപ്പ് കൃത്യമായ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ അത് നല്ല തരത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഗവൺമെന്റ് തുടരണമെന്ന ആഗ്രഹത്തിന്റെ ഭാഗമായി തീർച്ചയായിട്ടും നല്ല തരത്തിലുള്ള പിന്തുണ ജനങ്ങളുടെ ഭാഗത്തുനിന്ന്. ഗവൺമെന്റ് ഈ അതിജീവതയെ ആക്രമിച്ച ആളുകളിൽ 6 പേർക്ക് കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിക്കാൻ പറ്റും. രണ്ടാമത്തെ ഭാഗം ആരാണ് ഇതിന്റെ പിന്നിൽ, അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണല്ലോ കോടതി പറഞ്ഞത്. അത് സംബന്ധിച്ചിടത്തോളം കൂടുതൽ പരിശോധന ആവശ്യമാണെന്നാണ് ഗവൺമെന്റ് തോന്നുന്നത്. ആ പരിശോധന നടത്തേണ്ടത് കോടതിയാണ്. ആ കോടതിയിലേക്ക് നമ്മൾ പോകുന്നത് മാത്രമല്ല, അല്ലാതെ ഇതിന്റെ ഏതെങ്കിലും ന്യായാന്യായങ്ങളെ കുറിച്ച് ഇപ്പൊ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല. കാരണം കോടതി ഉന്നയിക്കുന്ന വിഷയമാണ്. അല്ല, അത് ആ നിലയിൽ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ആ കേസിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയില്ല. അപ്പൊ അതായിരിക്കും ആ പറഞ്ഞ കാര്യം. ഗവൺമെന്റിനെ സംബന്ധിച്ച് ആ ഭാഗമല്ല ഗവൺമെന്റ് നോക്കുന്നു. ഗവൺമെന്റ് പ്രോസിക്യൂഷൻ തയ്യാറാക്കി കൊടുത്തിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട് എന്താണ് ബാക്കി ഭാഗത്ത് ഇനിയും ചെയ്യേണ്ടത്, അത് ഉപരിക്കോടതിയിലേക്ക് വിടുക എന്ന് മാത്രമേ ഉള്ളൂ. ആ നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ മികച്ച വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ കണക്ക് ആവർത്തിക്കും. അതിനേക്കാൾ മികച്ച വിജയം ഉണ്ടാകുകയും ചെയ്യും. രാഷ്ട്രീയ കാലാവസ്ഥ വളരെ അനുകൂലമാണ്. ഇടതുപക്ഷ മുന്നണി സർക്കാർ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവ ജനങ്ങൾ അംഗീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. വളരെ വസ്തുതാപരമായ അന്വേഷണം നടക്കുന്നുണ്ട്. വിശ്വാസ സമൂഹം എന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഗൗരവത്തിലുമാണ് കോടതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആശങ്കയ്ക്ക് ഇടയില്ലെന്നും മന്ത്രി പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷൻ എടുത്ത നിലപാട് ഒരു വിഭാഗം ശരിവെക്കുന്നുണ്ട്. അതിജീവിതയ്ക്ക് ആദ്യ ഭാഗത്ത് തന്നെ നീതി കിട്ടി. ഗൂഢാലോചനയുടെ ഭാഗമാണ് രണ്ടാമത്തേതായി വരുന്നത്. ഏതെങ്കിലും ഒരാളെ കുറ്റവാളിയാക്കാൻ സർക്കാർ ശ്രമിച്ചിട്ടില്ല. കൃത്യമായ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിലുള്ള കാര്യമാണ് ഇത്. കോടതി പരിശോധന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 പേരെ വെറുതെ വിട്ടത്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ സർക്കാർ ഒരു തീരുമാനമെടുക്കും. അപ്പീലിന് പോകും. ഹൈക്കോടതിയാണ് ഇത് സംബന്ധിച്ച തീരുമാനം എടുക്കേണ്ടത്. കൂടുതൽ പരിശോധന ആവശ്യമാണെന്നാണ് സർക്കാർ മനസ്സിലാക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. CDNet ന്യൂസ്, മാന്നാർ.